അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എനിക്കിവിടെ സുഖമായിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. ഇത് നമ്മൾ രാവിലെ എണീച്ച് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കിച്ചണിൽ വന്നു. അങ്ങനെ മോള് ഇതെല്ലാം കൽത്തപ്പെല്ലാം ഉണ്ടാക്കി മോനും മോളെല്ലാം കഴിച്ചു. പിന്നെ ഞാൻ കിഴങ്ങുണ്ടായിരുന്നു, മധുരക്കിഴങ്ങുണ്ടല്ലേ, അത് ഞാൻ ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടം. ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരും, എല്ലാം കഴിക്കും, ഉമ്മ എല്ലാം ഉണ്ടാക്കും. അങ്ങനെ ഉമ്മ മിഞ്ഞാന്ന് പറഞ്ഞു ഞാൻ കിഴങ്ങ് വേവിച്ച് തിന്നു. അപ്പോൾ എനിക്കും കൊതിയായി. അങ്ങനെ ഞാൻ കിഴങ്ങ് വേവിച്ചിട്ട് കഴിച്ചതാണ്. നല്ല രസമുണ്ടായിരുന്നു. കറിയൊന്നും കിട്ടൂല, അങ്ങനെ കഴിക്കും, നല്ല ടേസ്റ്റാണ്. പിന്നെ എനിക്ക് രാവിലെ ഇത് നാഷ്ട ഭയങ്കര ഇഷ്ടമില്ല. പിന്നെ നമ്മൾ രാജാവ് പോലെ നാഷ്ടല്ലേ ആക്കേണ്ടത്. ഞാൻ നാഷ്ട ആക്കുന്ന കുറവ് തന്നെ. പിന്നെ എന്തെങ്കിലും കഴിക്കും, ബദാമ അങ്ങനെ ഒന്നും കഴിക്കും, ചിയാസിയ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പിന്നെ അല്ലാത്ത ഇതിനോട് കാലത്ത നാഷ്ടനോടൊന്നും ഭയങ്കര ഇഷ്ടമില്ല. അങ്ങനെ നമ്മൾ പറമ്പിൽ പോയപ്പോൾ എൻ്റെ ചെറിയ മോനും നബിയിലും അന്ന് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നൊരു ഇത് നട്ടിട്ടുണ്ടായിരുന്നു, ഇമ്പിളീൻ്റെ തൈ. അങ്ങനെ അതിൽ നോക്കുമ്പോൾ ഇമ്പിളി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനെ വലിച്ചിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ട് ഉപ്പിലെല്ലാം ഇട്ടു. ഇത് പണ്ട് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൊണ്ടുപോകും, ഞങ്ങൾ എടുക്കുകയില്ല. കൊണ്ടുപോകും, അത് ചീഞ്ഞിട്ടെല്ലാം പോവും. അപ്പോൾ വേണ്ട, ഇപ്പം ഭയങ്കര കൊതിയായി ഇതിനെ കാണാൻ. ഇത് നല്ലതാലത്ത് ദിവസത്തിൽ ഒന്ന് കഴിക്കും, ഒന്നൊന്ന് കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല, കിഡ്നിക്കെല്ലാം അഫക്റ്റുണ്ട്. അങ്ങനെ മുറിച്ചിട്ട് നല്ല ഉപ്പിലെല്ലാം ഇട്ടു. നാളെ അരച്ചിട്ട് കൂട്ടണം ഇൻഷാ അല്ലാഹ്. പിന്നെ എൻ്റെ മുത്തുമണികളെ, എന്ത് വിശേഷം? നിങ്ങളെ വിശേഷമെല്ലാം കമൻറ്റിൽ എഴുതണം. കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. പുതിയ എൻ്റെ മുത്തുമണികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത മുത്തുമണികൾക്കെല്ലാം നന്ദി. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചീര കിട്ടിയിട്ടുണ്ട്. ചീരയും വേളയും പച്ചക്കായും ഒരു കറി വെക്കുന്നുണ്ട്. എല്ലാം ഒന്നാക്കിയിട്ട് വേവിക്കാൻ വെച്ച് ഞാൻ വെന്തതിന് ശേഷം അരച്ചിട്ട് കൂട്ടുന്നു. തേങ്ങയും മുളകും പിന്നെ മല്ലിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് അതെല്ലാവർക്കും അറിയുന്ന അരച്ചിട്ട് ഇതിൽ കൂട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളം വെച്ചിട്ട് വേവാൻ വെച്ചു, ഉപ്പെല്ലാം ഇട്ടിട്ട്. പിന്നെ ഇത് ഗ്യാസിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. പുറത്തടുപ്പിലാക്കാൻ ഭയങ്കര കൊസിയാണ് എനിക്ക്, മാത്രം എനിക്കമ്മ ലേട്ടാകുന്നുണ്ട്. പിന്നെ എനിക്ക് മടിയാകുന്നുണ്ട് അവിടെ പോകാൻ. പിന്നെ അയില കിട്ടിയിട്ടുണ്ട്, അതിനെ വൃത്തിയാക്കി കുറച്ച് മുളകെല്ലാം ഇട്ട് പരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പിന്നെ ഫ്രൈ ചെയ്തു. പിന്നെ കറിയായി. പിന്നെ നമ്മൾ ചോറ് കഴിക്കാനിരുന്നു. ഇത് എൻ്റെ കുഞ്ഞ് എൻ്റെ തന്നെ ഇരിക്കും. അത് ഞാൻ എന്ത് കഴിക്കുമ്പോൾ എൻ്റെ പള്ളയിലേ വന്നിട്ട് ഇരിക്കും. എനിക്ക് തരണം പറയും. തിന്നാവുന്നില്ല, വെറുതെ പറയുന്നത്. കഴിക്കാൻ വായിക്ക് ഒരു സാധനം പോയില്ല കുഞ്ഞിൻ്റെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി. നമ്മൾ പിന്നെ ഈ വെജിറ്റബിൾ കറിയും അയില ഫ്രൈയും കൂട്ടി ചോറുണ്ട്. മോള് മീനൊന്നും കിട്ടുന്നില്ല, ഞാൻ മാത്രം മീൻ കിട്ടുന്നു. മോന് കിട്ടും, മോനില്ല, മോന് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. രാവിലെ 8 മണി 8:30 ആകുമ്പോഴേക്ക് ഇവിടുന്ന് പോകും. പിന്നെ ഒരു 5:30 6 മണീൻ്റെ ഉള്ളിൽ മോന് വരും. ഒരു ദിവസം 4:30ക്കും വരും, ഓരോ ദിവസം 5 മണിക്ക് വരും, ഇല്ല 5:30 ആവും, 6 മണി അതിൻ്റെ ഉള്ളിൽ എത്തും മോന് വന്നിട്ട്. പിന്നെ എൻ്റെ ചെറിയ മോനും ഇല്ല, നബീലില്ല.
ഇപ്പം നെയ്മ് മാത്രമേ ഉള്ളത്. നബിൽ ദുബായി പോയിട്ടുണ്ട്. അവൻ്റെ ബ്രദറുണ്ട് അവിടെ, ബ്രദറും ബാബിയെല്ലാം ഉണ്ട് അവിടെ. അവൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോന് സംസീർ എന്ന് പേര്. പിന്നെ അവളെ ഭാര്യന് പേര് തമ്മീൻ. അവിടെ ഉണ്ട്. പണിയൊന്നും ശരിയായിട്ടില്ല. ജോലി കിട്ടിയെങ്കിൽ എടുക്കാന്നിട്ട് പോയിട്ടുണ്ട്. അവിടെ നോക്കുന്നുണ്ട് ഇച്ച. അവിടെ ഒന്നും ശരിയായിട്ട. ഓന് നല്ലാന്നുണ്ട് അവിടെ. ഇച്ചയും ഭാവിയെല്ലാം നല്ല സ്നേഹത്തിൽ അവനെ നോക്കുന്നുണ്ട്. ഓനവിടെ ഭയങ്കര കൊസ്സിയായിട്ടുണ്ട്. ഒരു മോനും ഉണ്ട്, എൻ്റെ മരിയാന് മോനും ഉണ്ട്, ലായിച്ച് എന്നിട്ട് അവൻ്റെ കൂടെ നല്ലാന്നുണ്ട് ഓന് കളിക്കാനെല്ലാം. പിന്നെ എൻ്റെ നബിലിനെ എനിക്കെപ്പോഴും മിസ്സാകുന്നുണ്ട്. എവിടെ പോകുമ്പോഴേക്കും, പിന്നെ ചോറുണ്ടുമ്പോഴേക്കും, രാത്രി ഉറങ്ങുമ്പോഴേക്കും അങ്ങനെ എൻ്റെ കൂടെ തന്നെ ഇരിക്കും എൻ്റെ നബിൽ. ഉമ്മ ചോറുണ്ടിയാ, ഉമ്മ നാഷ്ടാക്കിയ എന്നോട് ചോദിച്ചോണ്ടിരിക്കും. പിന്നെ എനിക്ക് ഷുഗറെല്ലാം ഉണ്ട്. ഞാൻ ഷുഗറിൻ്റെ അടുത്ത് തിന്നുമ്പോൾ അതിനെല്ലാം പിടിച്ച് പറ്റും എൻ്റെ അതുന്നുണ്ട്. ഉമ്മ കൂടുമ്മ ഷുഗർ എന്നിട്ട് ഇപ്പോഴും ആടുന്നത് കേൾക്കും. ഉമ്മ നാഷ്ടാക്കിയ, ഉമ്മ ചോറ് കഴിച്ചാ, ഇതേ കേൾക്കും. മാഷാ അല്ലാ. ഇപ്പോൾ ഭയങ്കര മിസ്സാകുന്നുണ്ട് എനിക്ക്. പുറത്ത് പോകുമ്പോഴേക്കും, പിന്നെ ഹോട്ടലിൽ പോകുമ്പോഴേക്കും, വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വെക്കും, എല്ലാത്തിനും മിസ്സാകുന്നുണ്ട് എൻ്റെ നബീലിനെ. നബിൽ പറയുന്നത് എന്നെ ഉമ്മക്ക് എന്ത് മിസ്സൊന്നും ആവില്ലല്ലേ എന്നിട്ട് എന്നോട് ചോദിക്കുന്നു. ഞാൻ പറയുന്നത് എനിക്ക് മിസ്സാകുന്നുണ്ട് മോനെ. ഇത് നമ്മൾ രാത്രിക്ക് ചിക്കൻ ചില്ലി ഉണ്ടാക്കിയതാണ്. എൻ്റെ നാത്തൂന് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ. അങ്ങനെ ഒരു ദിവസം നിന്നിട്ട് പോയതാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരാനേ ഇല്ല, ഇപ്പോൾ കുറേ ആയി വരാത്ത. ഞാൻ ഇപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് പോയതാണ്. നല്ല പൊലിസായിരുന്നു വന്നപ്പോൾ. പണ്ടുള്ള മക്കളെല്ലാം കൂട്ടി വന്നുകൊണ്ടുണ്ടായിരുന്നു. പല മക്കളെല്ലാം വലുതായി, കല്യാണമെല്ലാം കഴിഞ്ഞ്. ആ പെൺമക്കൾക്ക് ആൺമക്കളെല്ലാം ദുബായി പോയി. അങ്ങനെ ഇപ്പോൾ മക്കളെല്ലാം ഒറ്റയ്ക്ക് വന്നതാണ്. അങ്ങനെ ഒരു ദിവസം നിന്നിട്ട് പോയത്. വന്നാൽ നല്ല പൊലിസാവും. പിന്നെ മക്കൾക്കും അങ്ങനെ ഭയങ്കര കൊസ്സിയാവും. എൻ്റെ മുത്ത നെയ്മിനെല്ലാം കൊസ്സിയാവും കുഞ്ഞുമ വന്നാൽ. അങ്ങനെ ചില്ലിയെല്ലാം റെഡിയായി. സ്പ്രിംഗ് ഓനിയൻ ഇല്ലായിരുന്നു, പിന്നെ മോന് പോയിട്ട് കൊണ്ടുവന്ന്. മോന് കൊണ്ടുവന്ന് അതിലിത് കാട്ടുന്നില്ല. എല്ലാം റെഡിയാക്കിയതിന് ശേഷം കൊണ്ടുവന്നതാണ്. പിന്നെ ചപ്പാത്തി റെഡിമെയ്ഡ്, അതിന് ഫ്രൈ ആക്കി. പിന്നെ കുറച്ച് പത്തലുണ്ടാക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി, എൻ്റെ നാത്തൂനും ഞാനും, ഇതെൻ്റെ നാത്തൂനും നൈറ്റ് കാണുന്നത്. പിന്നെ ഉച്ചക്കത്തെ വേറെ കറിയെല്ലാം ഉണ്ടായിരുന്നു. മോനും മരുമോളെല്ലാം കഴിച്ചു.